വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാസാംസ്കാരിക മികവുകൾ പരിചയപ്പെടുത്തി ഒമാനിലെ ബൗഷർ ഇന്ത്യൻ സ്കൂളിൽ സംഘടിപ്പിച്ച ഫെസ്റ്റിവൽ സമാപിച്ചു. 3 ദിവസത്തെ സാംസ്കാരികോത്സവത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത്. ഗ്രേഡ് 3 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും കലാസാംസ്കാരിക കഴിവുകളാണ് ആരുണ്യ എന്ന പേരിലുള്ള കലാസാംസ്കാരിക മേളയിൽ അവതരിപ്പിച്ചത്. 30 ശില്പങ്ങളടക്കം 550-ലധികം കലാസൃഷ്ടികൾ മേളയിൽ പ്രദർശിപ്പിച്ചു. സ്കൂളിലെ ആർട്ട് സ്റ്റുഡിയോയിലും മൾട്ടിപർപ്പസ് ഹാളിലുമായിരുന്നു പ്രദർശനം. 3 ദിവസത്തെ മേള കാണാൻ നിരവധി പേരാണ് എത്തിയത്. I just came here to see the art exhibition over here and I thoroughly enjoyed the exhibition. The students performs very brilliantly. കലാകാരി കൂടിയായ ഡോക്ടർ ഹഫ്സ ബാനു ആബിദ് പരിപാടിയിൽ മുഖ്യാതിഥിയായിരുന്നു. പ്രിൻസിപ്പൽ പി പ്രഭാകരൻ, വൈസ് പ്രിൻസിപ്പൽ അംബിക പത്മനാഭൻ, ശാന്തിനി ദിനേശ് തുടങ്ങിയവർ സംസാരിച്ചു. ഇതിലിപ്പോൾ കുട്ടികൾക്ക് നമ്മൾ വളരെയേറെ ക്രിയേറ്റിവിറ്റിക്കുള്ള ചാൻസ് നൽകുന്നുണ്ട്. ആൻഡ് ഓൾസോ ദെയർ ഇമാജിനേഷൻ, അവരുടെ സ്പോണ്ടേനിയസ് ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ, ഇതെല്ലാം ഇംപ്രൂവ് ആക്കാനുള്ള ഒരു വേദിയാണിത്. വിദ്യാർത്ഥികളുടെ നൃത്ത സംഗീത പരിപാടികൾ കോർത്തിണക്കിയുള്ള സാംസ്കാരികോത്സവത്തോടെയാണ് ഫെസ്റ്റിവൽ സമാപിച്ചത്. മുൻപ് നടന്ന പരിപാടികളിൽ അവസരം ലഭിക്കാത്ത കുട്ടികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു ഇത്തവണത്തെ ആഘോഷം. മാതൃഭൂമി ന്യൂസ്, മസ്കറ്റ്.